നമസ്കാരം, ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളത്തിൽ നിർമ്മിച്ച് ഒട്ടനവധി സിനിമകൾ ബോളിവുഡിലേക്ക് റീമേക്ക് ചെയ്തിട്ടുണ്ട്. മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ചിത്രങ്ങൾ അക്കൂട്ടത്തിൽ വലിയ വിജയങ്ങളായിരുന്നു. ബോളിവുഡിൽ 1990കളിൽ റിലീസിനെത്തിയ മമ്മൂട്ടിയുടെ ചിത്രങ്ങളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റുകളായിരുന്നു. മമ്മൂട്ടിയുടെ ഒരു സുവർണ കാലഘട്ടമെന്ന് പറയുന്നത് ഈ കാലയളവായിരുന്നു. മമ്മൂട്ടി നായകനായി എത്തിയ പല സിനിമകളും ബോളിവുഡിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു. വെറും റീമേക്ക് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല. ബോക്സ് ഓഫീസിൽ വലിയ സാമ്പത്തിക വിജയം നേടുന്ന ചിത്രങ്ങളായിരുന്നു മമ്മൂട്ടിയുടെ ഈ സിനിമകൾ. അക്കാലത്ത് മമ്മൂട്ടിയുടെ ഹിറ്റ് സിനിമയായ സാമ്രാജ്യം ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യണമെന്ന താല്പര്യത്തോടെ ബോളിവുഡിൻ്റെ കിങ് അമിതാഭ് ബച്ചൻ വന്നിരുന്നു. എന്നാൽ പലവിധ കാരണങ്ങളാൽ ആ സിനിമ മുടങ്ങിപ്പോവുകയായിരുന്നു. മാതൃഭൂമിയുടെ സ്റ്റാർ ആൻഡ് സ്റ്റൈലിന് നൽകിയ അഭിമുഖത്തിലാണ് സംവിധായകനായ ജോമോൻ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. മലയാളത്തിൻ്റെ താരരാജാക്കന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും അധോലോക രാജാക്കന്മാരായ നിരവധി സിനിമകൾ നമ്മളെ ഞെട്ടിച്ചിരുന്നു. മോഹൻലാൽ സാഗർ എലിയാസ് ജാക്കിയായി അറിയപ്പെടുമ്പോൾ മമ്മൂട്ടി അലക്സാണ്ടർ എന്ന കഥാപാത്രത്തിലൂടെയാണ് നമ്മളെ ആ സമയങ്ങളിൽ അതിശയിപ്പിച്ചിരുന്നത്. അക്കാലത്തെ ഹിറ്റ് സിനിമകളിൽ ഒന്നായിരുന്നു സാമ്രാജ്യം എന്ന ചിത്രം. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞെങ്കിലും സാമ്രാജ്യത്തിനെ കുറിച്ചുള്ള വാർത്തകൾക്ക് ഇന്നും ജനപ്രീതി എപ്പോഴും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. IV ശശിയുടെ സഹസംവിധായകനായിരുന്ന ജോമോൻ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു സാമ്രാജ്യം. അധോലോക രാജാക്കന്മാരുടെ കുടിപ്പകയുടെ കഥ പറഞ്ഞ ചിത്രം ഹൃദയസ്പർശിയായ രംഗങ്ങളും പ്രേക്ഷകന് സമ്മാനിച്ചിരുന്നു. സാമ്രാജ്യം പുറത്തിറങ്ങിയതിനു ശേഷം ജോമോന് മുംബൈയിൽ നിന്നൊരു ഫോൺ വിളി വന്നു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: വിളിച്ചത് അന്ന് ബോളിവുഡിൻ്റെ സാക്ഷാൽ ബിഗ് ബി ആയ അമിതാഭ് ബച്ചനായിരുന്നു. സാമ്രാജ്യം റീമേക്ക് ചെയ്യണമെന്ന ആവശ്യവുമായിട്ടായിരുന്നു അദ്ദേഹം വിളിച്ചിരുന്നത്. സാമ്രാജ്യം കേരളത്തിൽ അന്ന് സൂപ്പർ ഹിറ്റായിരുന്നു. ബോളിവുഡിലും അത് വലിയ ഒരു വാർത്തയായി മാറി. അങ്ങനെയാണ് ഗുഡ് നൈറ്റ് മോഹൻ വഴി അമിതാഭ് ബച്ചൻ ജോമോനെ മുംബൈയിലേക്ക് വിളിപ്പിച്ചത്. മുംബൈയിലെ ഒരു സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു ആ കൂടിക്കാഴ്ച ഉണ്ടായിരുന്നത്. ഇതിനെക്കുറിച്ച് ജോമോൻ പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ബച്ചൻ സാർ ക്യാമറയ്ക്ക് മുന്നിലായിരുന്നു. ഞങ്ങളോട് മേക്കപ്പ് റൂമിൽ കാത്തിരിക്കാൻ അദ്ദേഹം പറഞ്ഞു. ഞാനും മോഹനും മേക്കപ്പ് റൂമിൽ ചെന്നിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ മോഹനൻ സിഗരറ്റ് വലിക്കാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോഴാണ് ബച്ചൻ സാർ കാറ്റുപോലെ മുറിയിലേക്ക് കടന്നു വരുന്നത്. അന്ന് ഞാൻ 24 വയസ്സുള്ള ഒരു ചെറിയ പയ്യനാണ്. എന്നെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആളെ മനസ്സിലായിരുന്നില്ല. മേക്കപ്പ് ബോയ് എന്ന് കരുതി അദ്ദേഹം തിരിച്ചുപോയി. അപ്പോഴും അത് സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്നറിയാതെ ഞാൻ തരിച്ച് ഇരിക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ സോറി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എൻ്റെ അടുത്തേക്ക് പെട്ടെന്നെത്തി. കെട്ടിപ്പിടിക്കാൻ വേണ്ടി കൈനീട്ടി. അങ്ങനെ ഞാൻ ഇന്ത്യൻ സിനിമയിലെ അഭിനയ വിസ്മയത്തെ കെട്ടിപ്പിടിച്ചു. അരമണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയിൽ സാമ്രാജ്യത്തിൻ്റെ സംവിധാനത്തെക്കുറിച്ചും കോർത്തെടുത്ത തിരക്കഥയെക്കുറിച്ചുമാണ് അദ്ദേഹം സംസാരിച്ചത്. അങ്ങനെ സാമ്രാജ്യം അഭിഷേക് ബച്ചനെയും അമിതാഭ് ബച്ചനെയും ചേർത്ത് ബോളിവുഡിൽ എടുക്കാൻ അദ്ദേഹം അഡ്വാൻസും തന്നു. പിന്നീട് എന്തുകൊണ്ടോ ആ പ്രൊജക്റ്റ് വർക്കൗട്ട് ആയില്ല എന്ന് അദ്ദേഹം പറയുന്നു. താൻ വേണ്ടത്ര രീതിയിൽ ചിത്രത്തെ ഫോളോ അപ്പ് ചെയ്തില്ല എന്നതായിരുന്നു ഒരു സത്യം. തൻ്റെ മടി കാരണം ചെന്നൈയിലും ജന്മനാടായ കോഴിക്കോടും മാത്രമായി തൻ്റെ കലാജീവിതം ഒതുങ്ങിപ്പോയി എന്നും ജോമോൻ പറയുന്നു. ആ സിനിമ ബോളിവുഡ് സംവിധാനം ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരിയർ തന്നെ മാറിപ്പോയേനെ എന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾക്കായി ഫിലിമി ബീറ്റ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ.